ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി ആയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകിയിട്ട് 1 മണിക്കൂർ, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം ഫുള്ള് ആ ചിക്കനിലെ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പൈസ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏല, കുരുമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റാണ് കേട്ടോ. അത് ഇങ്ങനെ നല്ലോണം കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഓരോ സ്ഥലത്ത് കട്ട പിടിച്ചിട്ട് ഉപ്പൊക്കെ തിരിയാണ്ടായി പോകും. അതുകൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ 2 സ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ഫുഡ് കളറോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് റെഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ കളറോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മുങ്ങി നിൽക്കാൻ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ 1 മണിക്കൂർ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ 1 മണിക്കൂറായപ്പോൾ ഞാൻ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റൗവിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ചോറ് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ആ വെള്ളത്തിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ചോറ് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്താ പറയുക, അരിയൊന്നും തമ്മിൽ ഒറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കന് വെള്ളം തിളക്കുന്ന സമയം ചിക്കന് ഒന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ടിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാവും. അങ്ങനെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ട് ചിക്കനെല്ലാം വെന്ത് എണ്ണ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനും റെഡിയായി, ചോറ് റെഡിയായി. അതിന് നമുക്ക് ഇത് ദം ചെയ്യാം. ഈ എണ്ണയൊക്കെ കുറച്ച് കോരി മാറ്റിയിട്ട് ഈ ചോറും ചിക്കനും കൂടി ദം ചെയ്തെടുക്കാം. എന്നാൽ ഞാൻ ചോറുണ്ടാക്കിയ പാത്രത്തിലാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ആ എണ്ണയൊക്കെ അങ്ങ് മാറ്റിക്കൊടുത്ത് ചിക്കനും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം അടിയിൽ ചിക്കൻ വെക്കുക, എന്നിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് കളറ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ യെല്ലോ കളറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ വേവിച്ച എണ്ണ ഉണ്ടാവില്ലേ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എത്രയാണോ ചോറുണ്ടാക്കുന്നത് അതുപോലെ എല്ലാ ലെയറും അങ്ങനെ ചെയ്തെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. ഒരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി മുറിക്കണ്ട, ഒന്നും മസാല ഉണ്ടാക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. നമുക്ക് ബിരിയാണിയൊക്കെ ആണെങ്കിൽ മസാല ഉണ്ടാക്കണം, അതുപോലെ തന്നെ കുറേ പണിയില്ലേ. മന്തി ആകുമ്പോൾ കുറച്ച് പണിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് മന്തി ഉണ്ടാക്കി നോക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ഒരു പണിയുമില്ല. കൂടി വന്നാൽ ചിക്കനൊക്കെ കഴുകി വെച്ചാൽ ആ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടൈമേ വേണ്ടു. പിന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ടെല്ലാം കുക്കാവും. അങ്ങനെ എൻ്റെ കയ്യിൽ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ടനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്, കനലുണ്ടാക്കിയത്. അത് ചോറിൽ വെച്ച് കൊടുത്തിട്ട് എണ്ണ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പുകയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ചോറെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറായിട്ട് ദം ചെയ്തതാണല്ലോ, അപ്പോൾ അടിയിലാണല്ലോ ചിക്കൻ ഉള്ളത്. അപ്പോൾ ചോറെല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് അടിയിലുള്ള ചിക്കൻ എടുക്കുക. അപ്പോൾ ആ ചിക്കൻ്റെ കൂടെയും കുറച്ച് ഓയിലുണ്ടല്ലോ, ആ ചിക്കൻ വേവിച്ച ഓയിലിൻ്റെ കുറച്ചൊരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ചോറിലൊന്ന് ഇളക്കി എല്ലാം ചോറുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചോറിൽ പിടിക്കുന്ന വിധത്തിലെല്ലാം ഇളക്കി കൊടുക്കണം. ചോറ് ഓരോ ലെയറായിട്ട് ഇടുമ്പോൾ ചിക്കൻ വേവിച്ച
ആ ഓയിലും കൂടി കളറിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ റെഡും യെല്ലോ കളറ് ഇങ്ങനെ ഞങ്ങൾ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റും റെഡും യെല്ലോ കളറിൽ ചോറ് ഇങ്ങനെ കാണുന്നത്. റെസ്റ്റോറൻറ്റിൽ അതേ കളറിൽ തന്നെ ഞങ്ങൾക്ക് ചോറ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിങ്ങനെയാണ് മന്തി ഉണ്ടാക്കൽ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. വേറെ മസാലപ്പൊടികളൊന്നും അധികം ഇല്ലാത്ത നല്ല ചോറാണ്. ചോറ് ചിക്കൻ ഇല്ലാത്ത തന്നെ ഈ ചിക്കൻ്റെ എണ്ണയൊക്കെ ഇതിലുള്ളതുകൊണ്ട് ചിക്കനൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും സൈഡായിട്ട് ഒഴിച്ച് കൂട്ടാനുണ്ടെങ്കിൽ അങ്ങനെയും ചോറ് തിന്നാൻ പറ്റും. അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ചോറിന്. ഇത്രയേ ഉള്ളൂ. മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. അത് വിളമ്പുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ ചിക്കൻ വെച്ചിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.